ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് പോസ്റ്റിലേക്കും യാന്ത്രിക് പോസ്റ്റിലേക്കും ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. നാവിക് പോസ്റ്റിന് ആപ്ലിക്കേഷൻ അയക്കേണ്ട കുട്ടികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, അവർ 12ാം ക്ലാസ്സിലെ ഫിസിക്സും മാത്സും അടങ്ങിയ ഗ്രൂപ്പ് പഠിച്ചവരായിരിക്കണം. അവരുടെ വയസ്സ് 22-നും 18-നും ഇടയിലായിരിക്കണം. അഥവാ 1/3/2003-നും 28/2/2007-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. മിനിമം ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇതിന് ആൺകുട്ടികൾക്ക് മാത്രമേ ആപ്ലിക്കേഷൻ അയക്കുവാൻ സാധിക്കുകയുള്ളൂ. ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി 3/7/2024 അതിൻ്റെ വെബ്സൈറ്റ് ഈ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് http://joinindiancoastguard.cdac.in/CGEPT. ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് 22 വയസ്സിൽ താഴെ പ്രായമേ ഉള്ളെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ യാന്ത്രിക് പോസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ അവർ 10ാം ക്ലാസ്സിന് ശേഷമുള്ള 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവരായിരിക്കണം. ഡിപ്ലോമ വേണ്ടത് ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ, ഇത് ഏതിലെങ്കിലും ഒന്നിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അവരുടെ ഏജും 18-നും 22-നും ഇടയിലായിരിക്കണം. അതുപോലെ മിനിമം 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇവരും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി 3/7/2024 തന്നെയാണ്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റും സെയിം തന്നെയാണ്. അതായത് http://joinindiancoastguard.cdac.in/CGEPT എന്ന ഈ താഴെ കാണുന്ന വെബ്സൈറ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഈ 2 ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നടക്കുന്നത് ഒരു റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. ആ റിട്ടേൺ എക്സാമിനേഷനിൽ പ്രധാനമായിട്ട് ഫിസിക്സ് മാത്സ് +2 ലെവലിലുള്ളതും ബാക്കി ജോഗ്രഫി ഹിസ്റ്ററി കറണ്ട് അഫെയേഴ്സ് അതുപോലെ റീസണിങ് ഇംഗ്ലീഷ് മുതലായവയും ഉണ്ടായിരിക്കും. അതിൽ +2 ലെവലിലെ മാത്സും ഫിസിക്സും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എഴുതിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് ശേഷം ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടത്തും. 1 മൈൽ ഓട്ടവും 20 സ്ക്വാറ്റപ്പും അതുപോലെ 10 പുഷപ്പും ഉണ്ടായിരിക്കും. ഈ എഴുത്ത് പരീക്ഷയും ഫിസിക്കൽ പരീക്ഷയും മെഡിക്കലും പൂർത്തിയാക്കിയാൽ ഈ നാവിക് പോസ്റ്റിലായാലും യാന്ത്രിക് പോസ്റ്റിലായാലും ഒരു മികച്ച അവസരം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഏജ് ബാറിൻ്റെ കാര്യത്തിൽ, അതായത് 22-18 ഏജ് ബാർ കൊടുക്കുന്നതെങ്കിലും OBCക്ക് 3 വർഷത്തെ ഇളവും SC/ST വിഭാഗത്തിന് 5 വർഷത്തെ ഇളവും ഇത് കൂടാതെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായ കോച്ചിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ കോച്ചിങ് നൽകുന്നുണ്ട്. മിനിമം ഒരു 2 മാസമെങ്കിലും കോച്ചിങ്ങിൽ പങ്കെടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എഴുതിയെടുക്കാനും ഇതിൻ്റെ ഫിസിക്കൽ പാസ്സാകാനും സാധിക്കും. കാരണം ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങൾ 9 to 4 അക്കാദമിക് ക്ലാസ്സസും അതിനുശേഷം ഫിസിക്കലുമാണുള്ളത്. അതുപോലെ ഏർലി മോർണിംഗിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫിസിക്കൽ ട്രെയിനിങ് രാവിലെയും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഒരു മിനിമം ഒരു 2 മാസ സമയം ഇതുമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ജോബ് ലഭിക്കും. മാത്രമല്ല വേറെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ എക്സാം എഴുതുന്നതിനുള്ള ആ ട്രെയിനിങ്ങും ഇതേ സിലബസിൽ തന്നെ ഉള്ളത് എഴുതുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ടെലിഫോൺ നമ്പറിലേക്ക് വിളിക്കുക. കുവൈറ്റിലെ പ്രവാസി സംഘടനയായ സാരഥി ചേർത്തല ശ്രീനാരായണ കോളേജിന് പിറകുവശം വരകാടി ടെമ്പിൾ റോഡിൽ സാരഥി ട്രസ്റ്റ് കോംപ്ലക്സിൽ നടത്തിവരുന്ന സാരഥി സെന്റർ ഫോർ എക്സലൻസ്. സാരഥി സെന്റർ ഫോർ എക്സലൻസ് SCFE കുറഞ്ഞ കാലയളവിനുള്ളിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ജോലികൾ നേടിക്കൊടുത്ത സ്ഥാപനം. ഇന്ത്യൻ ആർമിയിൽ 39 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത കേണൽ S. വിജയന്റെ മേൽനോട്ടത്തിൽ റിട്ടയർ മിലിറ്ററി ഓഫീസർമാർ എല്ലാ ദിവസവും നേരിട്ടെത്തി ക്ലാസ് എടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ അപൂർവ സ്ഥാപനം. NDA, MNS, അഫ്കാർ, CDS,
SSB ഇന്റർവ്യൂ കോച്ചിംഗ്, അഗ്നിപഥ് എന്നീ ഡിഫൻസ് തസ്തികകളിലേക്കും BSF, CISF, CRPF, RPF, SSC GD, ഡൽഹി പോലീസ്, ആസാം റൈഫിൾസ് തുടങ്ങിയ എല്ലാ പാരാമിലിറ്ററി കോഴ്സുകൾക്കും ഫിസിക്കൽ ട്രെയിനിങ്ങും എൻട്രൻസ് കോച്ചിങ്ങും ഇന്റർവ്യൂ കോച്ചിങ്ങും വിജയകരമായ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ www.scfeacademy.com അല്ലെങ്കിൽ വിളിക്കൂ 98474 14999.